സന്തോഷിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും കർത്താവിൻ്റെ അരികെ ഓടിവരുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? തീവ്ര ആത്മീയതയുടെ രണ്ട് മുഖങ്ങളാണ് സ്നാപകനും കർത്താവും. പരുക്കൻ ആത്മീയതയുടെ പ്രതീകമാണ് സ്നാപകൻ. ക്രിസ്തു സ്നാപകനെ താരതമ്യം ചെയ്ത് സംസാരിച്ചതിന് ശേഷമാണ് ഈ വചനഭാഗം കടന്നു വരുന്നത്. വിജനതയുടെയും തപസ്സിൻ്റെയും മരുഭൂമി അനുഭവത്തിൻ്റെ പാരമ്യമാണ് സ്നാപകൻ. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പുഞ്ചിരിയുടെയും വിരുന്നനുഭവമാണ് ക്രിസ്തു. കർത്താവ് അവരോട് സംസാരിക്കുന്നത് ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കുന്നത്? ആത്മീയതയുടെ രണ്ട് ദൈവഭാവങ്ങളായി സ്നാപകനും കർത്താവും അവിടെ നിൽക്കുമ്പോൾ അവർ വീണ്ടും അന്വേഷണത്തിൽ തന്നെയായിരുന്നു. കർത്താവ് ചോദിക്കുന്നത് അതുകൊണ്ടാണ്, ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു, എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. വളർച്ചയെത്തിയിട്ടില്ലാത്ത, പക്വതയെത്തിയിട്ടില്ലാത്ത, പറയുന്നത് ഉൾക്കൊള്ളുവാനും തിരിച്ചറിയുവാനും സാധിക്കാത്ത വെറും കുട്ടികളെപ്പോലെ ഈ തലമുറ എന്ന് കർത്താവ് അവരെ നോക്കി പറയുകയാണ്. അർത്ഥമില്ലാത്തിടങ്ങളിൽ വെറുതെ ഒന്നിച്ചുകൂടിയിരിക്കുന്ന കുട്ടികൾക്ക് തുല്യം. ഒരർത്ഥത്തിൽ നാമൊക്കെ ദൈവം നമുക്ക് വേണ്ടി നിന്നു തന്നിട്ടും ദൈവത്തെ കാണാത്തവരാണ്. ദൈവത്തെ കാണുവാൻ ദൈവം തന്നവരിൽ ദൈവത്തെ കാണാൻ മറന്നുപോയവരാണ്. അങ്ങനെ ഒടുവിൽ ഒരു ദൈവം തന്നെ നിരാശപ്പെട്ടു പോയപ്പോൾ ആ ദൈവം പറഞ്ഞതാണ്, ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോഴും ഇതേ ചോദ്യം കർത്താവ് ചോദിച്ചു. ദൈവരാജ്യത്തെ എന്തിനോടാണ് ഞാൻ ഉപമിക്കുക എന്ന്. അവിടെ കർത്താവ് ഒത്തിരി ഉപമകളിലൂടെ ദൈവരാജ്യത്തെ നമുക്ക് പങ്കുവച്ച് തരുവാൻ പരിശ്രമിക്കുന്നുണ്ട്. ഇവിടെ കർത്താവ് പറയും, അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്ത ചന്തസ്ഥലത്തുള്ള കുട്ടികളെ പോലെയാണ് നിങ്ങൾ എന്ന്. കർത്താവ് പറഞ്ഞത്, ജീവിതത്തിൻ്റെ സംഗീതവും ഭാവിയുടെ ശ്രുതിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മീട്ടി, എന്നാൽ നിങ്ങൾ അത് കേൾക്കുന്നില്ല, നിങ്ങൾ അതിൽ ആനന്ദിക്കുന്നില്ല, നിങ്ങൾ അതിനെ വകവയ്ക്കാതെ നൃത്തച്ചുവടുകൾ മറന്നുപോയ നർത്തകരെ പോലെയോ വിലപിക്കുവാൻ മറന്നുപോയ വിലാപകരെ പോലെയോ ആയിരിക്കുകയാണ്. യഥാർത്ഥ സന്തോഷവും യഥാർത്ഥ ദുഃഖവും അനുതാപവും നിങ്ങൾ മറന്നുപോയിരിക്കുന്നു എന്ന്. പ്രിയരെ, നമുക്കരികെ നിൽക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സന്തോഷിക്കുവാനും ദുഃഖിക്കുവാനും അഥവാ അനുതപിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിന്നതല്ല ഒരിക്കലും ഞാൻ നിൽക്കുവാൻ യോഗ്യനല്ല, കണ്ടതില്ല പൊന്മുഖം ഞാൻ എന്നിൽ വന്നു ചേർന്നതാ. നിന്നതല്ല ഒരിക്കലും ഞാൻ നിൽക്കുവാൻ യോഗ്യനല്ല, കണ്ടതില്ല പൊന്മുഖം ഞാൻ എന്നിൽ വന്നു ചേർന്നതാ. അർഹിക്കാനന്മകളെ ആഴമായി തന്നു എന്നിൽ, അർഹിക്കാനന്മകളെ ആഴമായി തന്നു എന്നിൽ. നിന്നതല്ല ഒരിക്കലും ഞാൻ നിൽക്കുവാൻ യോഗ്യനല്ല, കണ്ടതില്ല പൊന്മുഖം ഞാൻ എന്നിൽ വന്നു ചേർന്നതാ.
കരത്തിൽ എന്നെ മറച്ചിടുമന്ത്യം വരെ. കൂരിരുളിൻ താഴ്വരയിൽ കരുതുന്ന നല്ലിടയൻ, ബലമുള്ള കരത്തിൽ എന്നെ മറച്ചിടുമന്ത്യം വരെ. ജീവിക്കും ക്രിസ്തുവിനായി, പോയിടും ക്രിസ്തുവിനായി, ചെയ്യുന്നതെല്ലാം നാഥനാ. ജീവിക്കും ക്രിസ്തുവിനായി, പോയിടും ക്രിസ്തുവിനായി, ചെയ്യുന്നതെല്ലാം നാഥനായി. നിന്നതല്ല ഒരിക്കലും ഞാൻ, നിൽക്കുവാൻ യോഗ്യനല്ല. കണ്ടതില്ല പൊന്മുഖം ഞാൻ, എന്നിൽ വന്നു ചേർന്നതാ. മുള്ളുപോലെ കഷ്ടതകൾ വന്നിടുമീ മരുവിലെന്നും, ഒഴിഞ്ഞുമകന്നു മാറി പോയിടുമെൻ സോദരെല്ലാം. മുള്ളുപോലെ കഷ്ടതകൾ വന്നിടുമീ മരുവിലെന്നും, ഒഴിഞ്ഞുമകന്നു മാറി പോയിടുമെൻ സോദരെല്ലാം. എന്റെ നല്ല രക്ഷിതാവ് മരണത്തെ ജയിച്ചവനായി, എന്നെന്നും കൂടെയുള്ളവൻ. എന്റെ നല്ല രക്ഷിതാവ് മരണത്തെ ജയിച്ചവനായി, എന്നെന്നും കൂടെയുള്ളവൻ. നിന്നതല്ല ഒരിക്കലും ഞാൻ, നിൽക്കുവാൻ യോഗ്യനല്ല. കണ്ടതില്ല പൊന്മുഖം ഞാൻ, എന്നിൽ വന്നു ചേർന്നതാ. അർഹിക്കാനന്മകളെ ആഴമായി തന്നു എന്നിൽ, അർഹിക്കാനന്മകളെ ആഴമായി തന്നു എന്നിൽ. നിന്നതല്ല ഒരിക്കലും ഞാൻ, നിൽക്കുവാൻ യോഗ്യനല്ല. കണ്ടതില്ല പൊന്മുഖം ഞാൻ, എന്നിൽ വന്നു ചേർന്നതാ.